ഹായ് ഗൈസ്, രാമക്കൽമേട്ടിലാണ് ഉള്ളത്. അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ആമപ്പാറ എന്നുള്ള വ്യൂ പോയിന്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ അവിടുന്ന് ആൾക്കാർ നടന്നു വരുന്നത് നമുക്ക് കാണാമല്ലോ, അത്രയും മഞ്ഞ. പോയോക്കാം. അതെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ലോകത്തിലെ കുറച്ച് കുറക്കൂ. അതെ, അവന് ഇന്ത്യയിലെ ലേശം കൂടി എന്നാൽ കേരളത്തിലെ പറഞ്ഞോ, കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കാറ്റടിക്കുന്ന സ്ഥലം കേട്ടോ, അതാണ് രാമക്കൽമേട്. ഗൈസ്, അങ്ങനെ നമ്മൾ ആമപ്പാറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് ആമപ്പാറ. ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഗുണാക്കേവിന്റെ പോലെ ഒരു പാറ എടുക്കാണ്. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ നൂന്ന് പോകണം, ആണ് ഇതിന്റെ ഹൈലൈറ്റ്. സിമ്പിളാണ്, ഏത് സിമ്പിൾ ഇതല്ല ഡേഞ്ചർ പറയണത്. ഇതാണ് ഡേഞ്ചർ. നിക്കണ ഇന്നെ പണില്ല കുടുങ്ങും. സ്ലിമ്മോട്ടോ ഞാൻ ഒരാൾക്ക് കഷ്ടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. പോയിട്ട് ഇവിടെ വ്യൂ ഉണ്ട്. മോനെ പിന്നെ കൊടുങ്ങൂല വാഴ കൊടുക്കാൻ കേട്ടോ. അപ്പൊ 1ാം ഘട്ടം കഴിഞ്ഞു. അപ്പൊ അത് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു ക്യൂറ്റിലെ വ്യൂ ഉണ്ട്, അതാണ് ആമപ്പാറയുടെ വ്യൂ. ഇത് ആമടെ പോലെ 4 കാലിൽ മാത്രമേ ഈ പാറ നിൽക്കുന്നത് കേട്ടോ. അതാണ് ചെറുപ്പത്തിന്റെ പേര് ഇങ്ങനെ ആമപ്പാറ എന്ന് വന്നിട്ടുണ്ടാവുക. രാമക്കൽമേട് ഇങ്ങോട്ട് വന്ന ഒരു ഹരിയർ കോട്ടനാണ്. വ്യൂ ആണ് മഞ്ഞുള്ള കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ചുറ്റിലും മഞ്ഞാണ്, രാവിലെ തുടങ്ങിയ മഞ്ഞാണ്. അടിപൊളി. നടന്നു വന്നതിന് കാര്യമുണ്ട്, പക്ഷെ ജീപ്പിൽ വരരുത് കേട്ടോ. 2 കിലോമീറ്റർ 1500 രൂപ കളയരുത്. അതിനുള്ള മുതലുണ്ട്. അപ്പൊ എല്ലാരും വരാട്ടോ, വരിക. ആമപ്പാറ എത്ര കാലമായിട്ട് പറഞ്ഞില്ലല്ലോ. ആമപ്പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാലേ ഇത്രയും ഭാഗം എയറിലാ, 2 ഭാഗം മാത്രമേ കണക്ഷൻ ഉള്ളൂ ഇതിന്റെ ഇതായിട്ട്. ഇത് കാണിച്ചു തരാം. ആ കാണുന്ന ഭാഗവും ഇവിടെ മാത്രമേ ടച്ച് ഉള്ളൂ, ബാക്കിയൊക്കെ എയറിലാണ്. എന്തോ ഒരു വല്ലാത്ത കുതിരത്താണ് ഈ സാധനങ്ങൾ നിൽക്കുന്നത്.